ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സമ്മർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ടോണറാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടോണറാണിത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ടോണർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പേരയിലയാണ്. അപ്പോൾ അധികം മൂക്കാത്തതായിട്ടുള്ള ഇതേപോലത്തെ തളിരില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 8 എണ്ണമൊക്കെ മതിയാവും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതേപോലെ 2 ചെറിയ ചുവന്നുള്ളിയാണ്. ഇനി ചുവന്നുള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സബോള ഒരു 1/4 കഷ്ണം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ടോണറിൻ്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ജീരകം. അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പേരയിലയും അതേപോലെ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം പേരയില നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പേരയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ വല്ല പൂപ്പലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇലകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ചുവന്നുള്ളി ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവനായിട്ടും ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. എത്രത്തോളം നമുക്ക് ടോണർ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് നമുക്ക് സ്റ്റവിൻ്റെ മേലേക്കായിട്ട് വെക്കാം. ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഈ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1.25 അല്ലെങ്കിൽ ഒരു 1.5 ആവുന്ന വരെ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകം എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും കേട്ടോ. ഈ വെള്ളത്തിലേക്ക് എല്ലാത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്നും നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ടോണർ നമുക്ക് ആദ്യം ഈ രീതിയിലൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ വലിയ വലിയ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ഇങ്ങനെ അരിച്ചെടുത്താലും ഇതിൽ ചെറുതായിട്ട് പൊടിയുടെ അംശം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ടോണറിൻ്റെ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനായിട്ട് നമുക്ക് വീണ്ടും ഇതിനൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 2 ലെയറായിട്ട് ഇതേപോലെ ഒരു തുണി വിരിച്ചെടുക്കാം. നല്ല വൃത്തിയുള്ള തുണി എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ടോണർ വീണ്ടും നമുക്ക് ഈ ഒരു കപ്പിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ തുണി ഒന്ന് എടുക്കാം. അപ്പോൾ ഈ തുണി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൽ നന്നായിട്ട് ആ ഒരു ഇതിൻ്റെ പൊടിയൊക്കെ കാണുന്നുണ്ട്. ഇനി നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു ടോണർ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. നല്ല വൃത്തിയുള്ള ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക. അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ടോണർ നമുക്ക് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ ഒന്ന് 3/4 ഭാഗത്തോളം ഉണങ്ങിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പ് ഇതേപോലെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു ടോണർ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്താനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നെറ്റ് കയറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് എണ്ണയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടോണർ നമുക്ക് കാലത്തും അതേപോലെ തന്നെ വൈകിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇതിൽ ചേർത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസ്, അതായത് കരിഞ്ജീരകം ആയാലും ഉള്ളി ആയാലും ഇനി പേരയില ആയാലും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കൂട്ടുകളാണ്.
ഇത് മൂന്നും കൂടി ചേരുമ്പോൾ തന്നെ എത്ര വലിയ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നുണ്ടെങ്കിലും അതൊക്കെ നന്നായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോണറാണിത്. മുടി കൊഴിച്ചിൽ നിന്നാൽ തന്നെ നമ്മുടെ മുടിയുടെ പകുതി പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. ഇനി നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇനി സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു രീതി വളരെ നല്ലതാണ്. എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ തലയോട്ടിയിലും ഈ ഒരു ടോണർ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേ നേരമൊന്നും വേണ്ട, വെറും 5 മിനിറ്റ് മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോണറിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാജിങ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യും. ഇനി മസാജിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുടി ഒന്ന് ഉണങ്ങാനായിട്ട് വിടാം. നന്നായിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മുടിയിലെ ജടയൊക്കെ ഒന്ന് കളയാം. നല്ല പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് ജട കളയുകയാണെങ്കിൽ കുറേയധികം നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതിനും അതേപോലെ തന്നെ വേരോടെ മുടി പൊഴിഞ്ഞു പോകുന്നതൊക്കെ തടയാനായിട്ട് സഹായിക്കും. വളരെ പതുക്കെ മാത്രം ഇതേപോലെ ചീകി കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മുടിയിലെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുടി കെട്ടിവെക്കാം. ഏത് രീതിയിലാണോ സാധാരണ നിങ്ങൾ കെട്ടിവെക്കാറ് അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി കെട്ടിവെക്കാവുന്നതാണ്. ഈ ഒരു ചൂട് സമയത്ത് മുടി അധികം നേരം അഴിച്ചിടാതെ മുടി ഉണങ്ങിയ ആ ഒരു സമയത്ത് തന്നെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത് അതിനനുസരിച്ച് മുടി കെട്ടിവെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ടോണർ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ മുടികൾ കിളിർത്ത് വരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നല്ലൊരു ടോണറാണിത്. നമുക്ക് ദിവസം 2 നേരം ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ആഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു ടോണർ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടോണർ യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയിട്ടൊന്ന് കമൻറ്റും കൂടി. അപ്പോൾ നമുക്കിനി സമ്മർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ 3 കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണാം.